5 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടികളില്ലായിരുന്നു. 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു 4-5 ഹോസ്പിറ്റലിൽ പോയിട്ട് 5-8 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. 5-8 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഒരു IVF ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. അങ്ങനെ അതിനുള്ള സാമ്പത്തിക കോട്ടൊന്നുമില്ലായിരുന്നു. ഏകദേശം 8 ലക്ഷം രൂപയോളം കുഞ്ഞുങ്ങളില്ലാത്തത് കാരണം ചെലവാക്കി. 4 വലിയ ഹോസ്പിറ്റലുകളിൽ പോയി ചികിത്സയ്ക്കായിട്ട്. 4 വലിയ ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ചു. കട്ടപ്പന മിഷൻ ഹോസ്പിറ്റലിലെ കോട്ടയത്ത് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ അതുപോലെ കോട്ടയത്ത് തന്നെ 2 വലിയ ഹോസ്പിറ്റലിൽ പോയി. കോട്ടയത്ത് 2 വലിയ ഹോസ്പിറ്റലുകളിൽ പോയി IUI ചെയ്തു. അതുപോലെ IUI ചെയ്തു. ലാസ്റ്റ് IVF ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അതിനൊന്ന് ഭീമമായ തുക വേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പോയില്ല. അതുപോലെ സാമ്പത്തിക കാരണം പോയില്ല. പിന്നെ അതുപോലെ അത് കഴിഞ്ഞ് അച്ഛൻ അതുപോലെ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു വരണമെന്ന് പറഞ്ഞു. ബ്രദറിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, വരണമെന്ന് പറഞ്ഞു. ബ്രദറിന്റെ അച്ഛൻ മീറ്റിങ്ങിന് വന്ന് പങ്കെടുത്തിനെ തുടർന്ന് മീറ്റിങ്ങിന് വരാനായി എന്നെ വിളിച്ചു. അങ്ങനെ ഞാനിവിടെ വരുന്നത് 2019 വന്നത്. ഓക്കെ. കൊറോണയ്ക്ക് മുമ്പ്. ഓക്കെ. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ബ്രദർ പറഞ്ഞതുപോലെ ഒരു പെങ്കൊച്ചുണ്ടാവും എന്ന് പറഞ്ഞു. ആ പിറ്റേ മാസം തന്നെ വൈഫ് ഗർഭിണിയായിരുന്നു. ഒന്ന് എഴുന്നേറ്റ് കൈയടി കൊടുക്കാൻ പറയുന്നത് തനിക്കൊരു പെൺകൊച്ചുണ്ടാകുമെന്ന് കർത്താവ് ആലോചന പറഞ്ഞു. പിറ്റേ മാസം ഭാര്യ ഗർഭിണിയായി. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം അത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നേ. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കർത്താവിന് കൊടുത്തേ. 5 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കൊടുത്തു എന്ന് മാത്രമല്ല, കർത്താവ് എന്ന് പറഞ്ഞൊരു പെൺകൊച്ചിനെ കൊടുക്കുമെന്നാണ്. നല്ല അനുഗ്രഹിക്കപ്പെട്ട മോള് തന്റെ കയ്യിലുണ്ട്. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഈ ഡോക്ടർമാരെ ചികിത്സിച്ച സമയത്ത് കാരണം പറഞ്ഞിരുന്നു. ഡോക്ടർ എന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നു? ഞങ്ങൾക്ക് 2 പേർക്കും പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ബ്രദറിന് കൗണ്ടും കുറവായിരുന്നു, ഇദ്ദേഹത്തിന് യൂട്രസിൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. PCOD ഉണ്ടായിരുന്നു. 2 മറികടന്ന് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഒന്നും കൂടെ ചോണയായിട്ടൊന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്